ലിജോ ജോസ് പല്ലിശ്ശേരി അപ്പൊ തന്നെ ഇയാള് 3 ദിവസം മാത്രമേ വന്നിരുന്നുള്ളൂ. ആ 3 ദിവസത്തിലേക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് 5,90,000 രൂപ ടാക്സ് അടക്കം, അതായത് 5 ലക്ഷം രൂപയാണ്, പിന്നെ 18% ടാക്സ് അടക്കം 90,000 രൂപ കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ലിപ്പ് ഇട്ടത് കുറച്ച് കടന്നായി. എന്താന്ന് വെച്ചാൽ പൊറിഞ്ചു മറിയം ജോസും അതിനു മുമ്പ് ജോസഫും ഒക്കെ എടുത്തു നിൽക്കുന്ന ഒരു ഈ പറയുന്ന നമ്മുടെ ജോജു ജോർജിന് എത്ര പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും 5 ലക്ഷം രൂപ എല്ലാവർക്കും ജോജുവിന് കൊടുക്കേണ്ടി വരിക എന്നുള്ളതും സിനിമയിൽ ഒന്ന് തല കാണിക്കുന്നത് തന്നെ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ജോജു ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രതിഫലം മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു നായക പദവിയിലൊക്കെ അദ്ദേഹം എത്തുകയും ഈ പറയുന്ന നമ്മുടെ പൊറിഞ്ചു മറിയം ജോസഫ് എടുക്കുകയും ചെയ്തതിന് ശേഷം ഒന്ന് അഭിനയിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഫലമായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് 100% ഉറപ്പാണ്. അതിന്റെ പുറത്തുള്ള എഗ്രിമെന്റും അതിലുണ്ടാവും. അതിൽ നിന്ന് 5,90,000 മാത്രമേ ഇവർ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതൊരു വലിയ പണമായിട്ടൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്തരത്തിൽ എനിക്കൊരു പണം കിട്ടിയില്ല എന്നൊക്കെ തന്നെ ഇവര് ഈ ജോർജ് പറഞ്ഞിട്ടുള്ളത്.